ഹായ് ഹലോ എല്ലാവർക്കും എൻട്രി ആപ്പിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് SAPയിൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നാണ്. സോ നമ്മൾ ഓൾറെഡി SAPയിൽ കോൺഫിഗറേഷൻസിന്റെ ടോപ്പിക്സ് കുറെ നോക്കിയായിരുന്നു അല്ലേ. എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം, കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാം, അത് അസൈൻ ചെയ്യാം, ബിസിനസ് ഏരിയ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, ദെൻ ലെഡ്ജേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഓൾമോസ്റ്റ് ഒരു കോൺഫിഗറേഷൻ വേണ്ട ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻസ് എല്ലാം നമ്മൾ ചെയ്തായിരുന്നു. അത് നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാം. സോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് SAP ഫിനാൻസ് മൊഡ്യൂളുകാർ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, സോ ട്രാൻസാക്ഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഓൾറെഡി ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് കാണിച്ചായിരുന്നു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. സോ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള T കോഡ് എന്ന് പറയുന്നത് FS00 ആണല്ലേ. FS00 ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാൻ ഓൾറെഡി കുറേ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് അസറ്റിൻ്റെ അണ്ടറിൽ ക്യാഷ്, ബാങ്ക്, അക്കൗണ്ട്സ് പേബിൾ, ഇൻഷുറൻസ് പ്രീപെയ്ഡ്, ഫെഡറൽ ബാങ്ക്, HDFC അങ്ങനെ കുറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി, അങ്ങനെ ഓരോ അണ്ടേഴ്സിൻ്റെ മടിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പുതിയതായിട്ട് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ FS00 വന്നതിന് ശേഷം ക്രിയേറ്റ് കൊടുത്ത് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിലേക്കാണ് പോകുന്നത്. സോ ഇന്ന് നോക്കാൻ പോകുന്നത് ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആണ്. മീൻസ് ഒരു കമ്പനിയിൽ വരുന്ന നോർമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. അതായത് കമ്പനിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ട്രാൻസാക്ഷൻസ്, സാലറി കൊടുക്കുക, റെന്റ് കൊടുക്കുക, ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുക, പിന്നെ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുക, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് നോർമൽ ആയിട്ടുള്ള ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള T കോഡാണ്, ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ടുള്ള T കോഡാണ് /F-02. ഓക്കെ, സോ /F-02 ആണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള T കോഡ് എല്ലാവർക്കും കാണാമായിരിക്കും. സോ /F-02 ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് F-02 ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം GL അക്കൗണ്ട് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അതായത് ഒരു ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പേജിലേക്കാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മെയിൻ ആയിട്ട് ചോദിച്ചേക്കണ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഡോക്യുമെന്റ് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നമ്മൾ ആ ഡോക്യുമെന്റ് ട്രാൻസാക്ഷൻ ചെയ്തത്, പോസ്റ്റിംഗ് ഡേറ്റ്, എന്നാണ് നമ്മൾ അത് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് തന്നെയായിരിക്കും വരിക. ദെൻ കമ്പനി കോഡ്, കറൻസി എന്താണ്, റെഫറൻസ് കോഡ് എന്താണെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ പോസ്റ്റിംഗ് കീന്നും അക്കൗണ്ട് എന്നും പറഞ്ഞുള്ളൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, സോ ഞാൻ ആദ്യം മുകളിലുള്ള ഓപ്ഷൻസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് താഴേക്ക് വരാം. സോ ഇന്നത്തെ ഡേറ്റ്, ഡോക്യുമെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ശരിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ ഏത് ദിവസമാണോ നടന്നത്, ചിലപ്പോൾ എൻ്റെ ഇന്നലെ നടന്ന ട്രാൻസാക്ഷൻ ആയിരിക്കും ഞാൻ ഇന്നിപ്പോൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ ഡേറ്റ് കൊടുക്കുമ്പോൾ ഇന്നലത്തെ ഡേറ്റ് കൊടുക്കാം. സോ ഞാനിന്ന് ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ അവിടെ കമ്പനി കോഡ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ ഞാൻ എൻ്റെ കമ്പനി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ കറൻസി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം കറൻസി INR ആണല്ലേ, ഇന്ത്യൻ റുപ്പിയാണ്. സോ ഇന്ത്യൻ റുപ്പി അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ നിർബന്ധമായിട്ടുള്ള ടോപ്പിക്സ്, കാര്യങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു പോസ്റ്റിംഗ് കീയും ഒരു അക്കൗണ്ട് എന്നും പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. പോസ്റ്റിംഗ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. എന്താണ് പോസ്റ്റിംഗ് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തായാലും ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും എന്തായാലും ഉണ്ടാവും അല്ലേ. ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടാകും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടാകും. സോ ഈ പോസ്റ്റിംഗ് കീ ഇവിടെ റെഫർ ചെയ്യുന്നത് ഒരു അക്കൗണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് സാലറി പെയ്ഡ് ബൈ ബാങ്ക് എന്നാണെങ്കിൽ അവിടെ വരുന്ന ട്രാൻസാക്ഷൻ ജേണൽ എൻട്രി എന്തായിരിക്കും, അവിടെ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്നല്ലേ, സാലറിനെ ഡെബിറ്റ് സൈഡിലേക്കും ബാങ്കിനെ ക്രെഡിറ്റ് സൈഡിലേക്കും ആയിരിക്കും. സോ സാലറി ഡെബിറ്റിനും ബാങ്ക് ക്രെഡിറ്റിലും. സോ അവിടെ രണ്ട് സൈഡ് ഉണ്ട്. ഏതൊക്കെയാ, ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. സോ ഈ 40 പോസ്റ്റിംഗ് കീ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഈ 40 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ സെർച്ച് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം കുറേ പോസ്റ്റിംഗ് കീസ് അവൈലബിൾ ആണ്. ഇതിൽ 40 എന്ന് പറയുന്നത് കണ്ടോ, ഏതിൻ്റെയാ, ഡെബിറ്റ് സൈഡിന് വേണ്ടിയിട്ടുള്ളത്. അതായത് ഡെബിറ്റിന് വേണ്ടിയിട്ടാണ് 40 എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത്. സോ SAPയിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ഒരു അക്കൗണ്ടിനെ കൊടുക്കുമ്പോൾ, അക്കൗണ്ടിന് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ 40 അവിടെയാണെങ്കിൽ ഇവിടെ 40 ആണ് ഫസ്റ്റ് പേജിൽ വന്നതെങ്കിൽ
ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ 40 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഏതാണോ ഡെബിറ്റ് സൈഡിൽ വരുന്ന അക്കൗണ്ട് അതിനെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് ആണെങ്കിൽ സാലറി അല്ല അവിടെ ഡെബിറ്റ് സൈഡിൽ വന്നത്. സോ ഈ അക്കൗണ്ടിന്റെ ഓപ്ഷന്റെ അവിടെ നമ്മൾ സാലറി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓട്ടെ, ഇനി 40 എന്ന് പറയുന്നത് ഡെബിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ക്രെഡിറ്റിന്റെ ഏതായിരിക്കും? 50 ആണ്. 50 ആണ് ക്രെഡിറ്റിന്റെ. സോ ക്രെഡിറ്റിന്റെ 50 ആണ് ഇവിടെ വന്നതെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ 40 മാറ്റി 50 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരും ക്രെഡിറ്റ് എൻട്രി എന്നുള്ള ഓപ്ഷൻ വരും. അതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തതെങ്കിൽ ഇവിടെ അക്കൗണ്ടിന്റെ അവിടെ ഏത് സെലക്ട് ചെയ്ത് കൊടുക്കണം? സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്നല്ലേ? സാലറി ഡെബിറ്റിലും ബാങ്ക് ക്രെഡിറ്റിലുമാണ്. സോ ഇവിടെ 50 എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ കൊടുത്ത കാരണം ഇവിടെ അക്കൗണ്ടും ക്രെഡിറ്റ് സൈഡിൽ ഏത് അക്കൗണ്ട് ആണോ വന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ആണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ പോസ്റ്റിംഗിനെ ബേസ് ചെയ്തായിരിക്കും ഏത് അക്കൗണ്ട് ഡെബിറ്റിലേക്ക് പോകണം ക്രെഡിറ്റിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ അവിടെ തീരുമാനിക്കുന്നത്. SAP സോഫ്റ്റ്വെയർ അവിടെ തീരുമാനിക്കുന്നത്. സോ നോർമലായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് ആണ് കൊടുക്കുന്നത്. സോ 40 കൊടുത്തു. സോ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞതിന് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ പോസ്റ്റിംഗ് 40 കൊടുത്തു. ദെൻ അക്കൗണ്ടിന്റെ അവിടെ 40 എന്ന് പറയുന്നത് ഡെബിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കമ്പനിയിൽ ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതെല്ലാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം സാലറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാലറി ഞാൻ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ആ സാലറി എന്ന് പറയുന്ന അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ സാലറി ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ. സോ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇത് ഫസ്റ്റത്തെ പേജ് ആയിട്ടുള്ളൂ. നമുക്ക് ടോട്ടൽ ഒരു 3 പേജസ് ആണ്, 3 പേജസ് ആണ് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. സോ ഈ 3 പേജും ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ പേജ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇതിപ്പോൾ ചോദിച്ചേക്കണം എന്താ, നമ്മൾ ഫസ്റ്റത്തെ പേജിൽ ജസ്റ്റ് സാലറിയും ഡെബിറ്റ് സൈഡിലാണെന്നുള്ളത് കൊടുത്തു. ഈ പേജിൽ കൊടുക്കേണ്ടത് എത്രയാണ് എമൗണ്ട്, ഏതാണ് ബിസിനസ് ഏരിയ, നരേഷൻ എന്താണെന്നുള്ളതാണ് ഡീറ്റെയിൽസ് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്. സോ സാലറി കൊടുത്തത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 20,000 ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 20,000 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എമൗണ്ട് 20,000 കൊടുക്കാം. ഇനി ബിസിനസ് പ്ലേസ് ഏത് പ്ലേസിലേക്കുള്ള അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ അത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ബിസിനസ് ഏരിയ ആണ് കൊടുക്കുന്നത്. ബിസിനസ് ഏരിയ എന്താണെന്നും അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണതെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഈ ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. ദെൻ ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ ചെയ്തതെന്നുള്ളതാണ്. സോ ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് ഏരിയ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ 20,000 സാലറി എന്ന് പറയുന്നത് ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊടുക്കുന്നത്. ദെൻ അതാണ് ബിസിനസ് ഏരിയ. ദെൻ ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ അവിടെ എന്താ, നമ്മൾ നോർമലായിട്ട് ഒരു ജേണൽ എൻട്രി എഴുതുന്ന ടൈമിൽ നമ്മൾ നരേഷൻ താഴെ എഴുതി കൊടുക്കാറില്ലേ എന്താണ് അവിടെ ചെയ്തതെന്നുള്ളത്, അതുപോലെ ഇവിടെ എഴുതി കൊടുക്കുക. എന്തായിരിക്കും? സാലറി പെയ്ഡ് ബൈ ബാങ്ക് എന്നുള്ളത് കൊടുക്കുക. സോ ഞാനവിടെ സാലറി പെയ്ഡ് ബൈ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു. ഇതെന്തിൻ്റെയാ? ഡെബിറ്റ് സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ള സാലറി അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത്രയും കൊടുത്തേക്കുന്നത്. ഇനി ഡെബിറ്റ് സൈഡ് ക്ലിയർ ചെയ്തു. നമുക്കറിയാം നെക്സ്റ്റ് സൈഡും കൂടി ഉണ്ട്. ഏതാ? ക്രെഡിറ്റ് സൈഡും കൂടി ഉണ്ട്. സോ ക്രെഡിറ്റ് സൈഡിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ നെക്സ്റ്റ് ലൈൻ ഐറ്റം ഇവിടെ പോസ്റ്റിംഗ് കൊടുക്കണം, അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെബിറ്റിന് 40 ആണെങ്കിൽ ക്രെഡിറ്റിന് ഏതാണെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും. ഏതായിരുന്നു? 50 ആണല്ലേ? 50 ആണ്. സോ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള 50 കൊടുത്തു. സോ 50 കൊടുത്തതിന് ശേഷം അക്കൗണ്ടിന്റെ അവിടെ ഏത് വേണം? നമ്മൾ ഓൾറെഡി സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്നാണ്. സാലറി ഓൾറെഡി ഡെബിറ്റിൽ കൊടുത്ത കാരണം ഇതിനപ്പോൾ ക്രെഡിറ്റിൽ ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണ്ടേ? ഏതായിരിക്കും? ബാങ്ക് അക്കൗണ്ട് അല്ലേ? സോ ബാങ്ക് അക്കൗണ്ട് ഞാൻ അവിടെ സെർച്ച് ബോക്സിൽ നിന്ന് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കാരണം അവിടെ വന്നിട്ടുണ്ടാകും. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആയ ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ, ഫെഡറൽ ആണോ, HDFC ആണോ, അല്ലെങ്കിൽ നോർമൽ ബാങ്ക് അക്കൗണ്ട് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നത് ഫെഡറൽ ബാങ്ക് വഴിയാണ്, എൻ്റെ കമ്പനിയുടെ ഫെഡറൽ ബാങ്ക് വഴിയാണ് ഞാനിപ്പോൾ സാലറി കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഫെഡറൽ ബാങ്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഫെഡറൽ ബാങ്ക് അവിടെ സെലക്ട് ആയി വന്നോളും. ദെൻ ഈ ഒരു പേജിലും ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചെയ്തില്ലേ? ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞില്ലേ 3 പേജസ് ഉണ്ടാവുന്നു. ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് പേജ് കംപ്ലീറ്റ് ചെയ്തു, ദെൻ തേർഡ് പേജിലേക്ക് പോകാൻ വേണ്ടി എൻ്റർ പ്രസ് ചെയ്താൽ മതി. സോ ഞാൻ അവിടെ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തേർഡ് പേജിൽ ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ടും ബിസിനസ് ഏരിയ ടെക്സ്റ്റ് ഇത് 3 ചോദിച്ചിട്ടുണ്ട്. സോ നോർമലി ഒരു ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും എമൗണ്ട് സെയിം ആയിരിക്കും, നരേഷൻ സെയിം ആയിരിക്കും, ഡിപ്പാർട്ട്മെന്റ് സെയിം ആയിരിക്കും അല്ലേ? ഇനി ഇൻ കേസ് ഒരു കോമ്പൗണ്ട് എൻട്രി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും എമൗണ്ട്സ് വ്യത്യാസം വരുള്ളൂ. സോ ഞാനിപ്പോൾ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നത് കൊണ്ട് ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റിലെയും സെയിം ആയത് കാരണം ഞാൻ അവിടെ ജസ്റ്റ് സ്റ്റാർ, അതായത്
സ്റ്റാർ ജസ്റ്റ് കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടോ സ്റ്റാറിൻ്റെ ഒരു സൈൻ വരും. ദെൻ ബിസിനസ് ഏരിയ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ENT3 സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ടെക്സ്റ്റും ഡെബിറ്റ് സൈഡിലെ പോലെ തന്നെ സെയിം ആയിട്ട് വരാൻ ഞാൻ അവിടെ എന്ത് പ്രസ് ചെയ്യണം, പ്ലസ് സൈൻ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ എമൗണ്ട് ഡെബിറ്റിലെ പോലെ സെയിം ആയിട്ട് വരാൻ സ്റ്റാറും ടെക്സ്റ്റ് സെയിം ആയിട്ട് വരാൻ പ്ലസും. ഇനി ബിസിനസ് ഏരിയ നമ്മൾ ടൈപ്പും ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് എൻ്റർ അടിച്ച് നോക്കാം. എൻ്റർ അടിച്ച് നോക്കിയപ്പോൾ കണ്ടില്ലേ സെയിം ആസ് ഡെബിറ്റ് സൈഡിലത്തെ വന്നു. എമൗണ്ടിൽ 20,000 ടെക്സ്റ്റ് സാലറി പെയ്ഡ് ബൈ ബാങ്ക് എന്നുള്ളത് ഡെബിറ്റിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെയും വന്നു. സോ സിമ്പിളായിട്ട് നമ്മൾ പിന്നെയും ടൈപ്പ് ചെയ്തൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് സ്റ്റാറും പ്ലസും കൊടുത്ത് എൻ്റർ കൊടുത്തതിന് ഇതായിക്കോളും. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 3 പേജും കംപ്ലീറ്റ് ആയി. സോ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം, എല്ലാവർക്കും അറിയാമായിരിക്കും സേവ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കീ ഏതായിരുന്നു, Ctrl+S. കീബോർഡിൽ കൺട്രോളും എസും കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഡാറ്റ സേവ് ആയിക്കോളും. താഴെ നമുക്കൊരു മെസ്സേജ് വരും, ഡോക്യുമെന്റ് 19 വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ് ENT7. എൻ്റെ കമ്പനി കോഡ് ENT7 19ാമത്തെ ഡോക്യുമെന്റ് ആയിട്ട് അത് ആ ട്രാൻസാക്ഷൻ അവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഞാൻ ഇനി ഒരു ട്രാൻസാക്ഷനും കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരാം. ദെൻ നേരത്തെ നമ്മൾ സാലറി പെയ്ഡ് ബൈ ബാങ്ക് അല്ലായിരുന്നോ കൊടുത്തേ. ഇനി റെന്റ് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് ₹15,000 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒന്ന് ഓർത്ത് നോക്കി. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ, റെന്റ് കൊടുത്തു. സോ അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്, ക്യാഷ് പോയി. സോ അതിനെ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാം. ദെൻ നമുക്കിവിടെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പേജ് പിന്നെയും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് ട്രാൻസാക്ഷൻ T കോഡ് ഏതായിരുന്നു F-02 ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് തന്നെ വരും. ദെൻ ഡോക്യുമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് അല്ലേ, ഇന്നത്തെ ഡേറ്റ് അവിടെ സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് അവിടെ കമ്പനി കോഡും കറൻസിയും വന്നിട്ടുണ്ട്. ഇനിയും അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണോ, വേണ്ട. ദെൻ ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പോസ്റ്റിംഗിയും 40 വന്നിട്ടുണ്ട്. 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡാണ്, 40 വന്നിട്ടുണ്ട്. സോ അവിടെ അക്കൗണ്ടിന്റെ അവിടെ ഏത് സെലക്ട് ചെയ്ത് കൊടുക്കണം, റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് എന്നല്ലേ. സോ റെന്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ് എന്നല്ലേ. സോ അവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, അക്കൗണ്ടിന്റെ അവിടെ സെർച്ച് ബോക്സിൽ നിന്ന് എൻ്റെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന റെന്റ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ ഓൾറെഡി ഞാൻ റെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്താൽ മതി, റെന്റ് ഞാൻ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. റെന്റ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. 15,000 അല്ലേ പറഞ്ഞേ. സോ 15,000 എമൗണ്ട് കൊടുക്കുക. ഇനി ബിസിനസ് ഏരിയ ചോദിക്കും ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ റെന്റ് കൊടുത്തത്. സോ ഞാനിപ്പോൾ പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് റെന്റ് കൊടുത്തത്. സോ എൻ്റെ ബിസിനസ് ഏരിയ ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻസ് വരും. പ്രൊഡക്ഷൻ ആണോ, സെയിൽസ് ആണോ, ഫിനാൻസ് ആണോ, HR ആണോ, ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എല്ലാം വരും. സോ ഞാനിവിടെ പറയണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ടെക്സ്റ്റിന്റെ അവിടെ നരേഷൻ കൊടുക്കുക, റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്. സോ റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് എന്നുള്ള നരേഷനും കൊടുത്തു. ഇനി ഡെബിറ്റ് സൈഡ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ലൈൻ ഐറ്റത്തിലേക്ക് വരുമ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റിന്റെ ഏതാ കൊടുക്കേണ്ടത്, നമ്മൾ ഓൾറെഡി 2 പ്രാവശ്യം പറഞ്ഞു ഏതാണ് 50 അല്ലേ. സോ 50 എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ക്രെഡിറ്റിന്റെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അക്കൗണ്ടിന്റെ അവിടെ ഇവിടെ നമുക്ക് വന്നേക്കുന്ന ഈ ഒരു ജേണൽ എൻട്രിയിൽ വന്നേക്കുന്ന ക്രെഡിറ്റിന്റെ അക്കൗണ്ട് ഏതായിരുന്നു, ക്യാഷ് അക്കൗണ്ട് അല്ലേ. സോ ഞാൻ അവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനും അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ഞാൻ എൻ്റെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലെഡ്ജേഴ്സ് ആണ്. സോ ഞാൻ അവിടെ ക്യാഷ് ഇൻ ഹാൻഡും സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യാം. എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് പേജിലേക്ക് വരും. ഈ ലാസ്റ്റ് പേജിൽ എങ്ങനെയായിരുന്നു, എമൗണ്ടും ടെക്സ്റ്റും നമുക്ക് സെയിം ആയിട്ട് ഡെബിറ്റ് സൈഡിൽ വരാൻ വേണ്ടി നമ്മൾ ഒരു സിമ്പിൾ ആഡ് ചെയ്ത് കൊടുത്തില്ലേ. സോ അതേതായിരുന്നു, എമൗണ്ടിൻ്റെ അവിടെ സ്റ്റാറും ടെക്സ്റ്റിൻ്റെ അവിടെ പ്ലസും ബിസിനസ് ഏരിയ ടൈപ്പും ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യാം. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, അവിടെ സെയിം ആസ് ഡെബിറ്റ് സൈഡിൽ വന്നു, എമൗണ്ടും ടെക്സ്റ്റും വന്നു. ദെൻ ജസ്റ്റ് Ctrl+S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഡോക്യുമെന്റ് 20 വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ് ENT7. നേരത്തെ 19th ഡോക്യുമെന്റ് ആയിരുന്നു, ഇപ്പോൾ 20th ഡോക്യുമെന്റ് അവിടെ സേവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നു. സോ ഇങ്ങനെയാണ് SAPയിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ്, നോർമൽ ആയിട്ടുള്ള ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. സോ ഇതല്ലാണ്ട് നമുക്ക് ഇനി അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ, കസ്റ്റമേഴ്സിന്റെ ട്രാൻസാക്ഷൻ, വെൻഡേഴ്സിന്റെ ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ഇങ്ങനെ കുറേ ചെയ്യാനുണ്ട്. സോ നമുക്കത് വരും ക്ലാസ്സുകളിൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്ത ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കണേന്നുള്ളതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ ഇല്ലേ 19നും 20നും, അതെങ്ങനെയാണ് നമുക്ക് കാണാമെന്നുള്ളതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു.